അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26 വ്യാഴാഴ്ച. ഇനി MT ഇല്ലാ കാലം. മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അന്ത്യം. നൃത്താധ്യാപിക കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ. US ബിസിനസ് എക്സിക്യൂട്ടീവായ സിത്താര, നർത്തകിയും സംവിധായികയുമായ അശ്വതി എന്നിവർ മക്കളാണ്. സംസ്കാരം ഇന്ന് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. 1933 ജൂലൈ 15 പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു MTയുടെ ജനനം. പുന്നയൂർകുളം T നാരായണൻ നായരും അമ്മാളു അമ്മയുമാണ് മാതാപിതാക്കൾ. 4 ആൺമക്കളിൽ ഇളയ മകൻ. മലമക്കാവ് എലിമെന്ററി സ്കൂൾ, കുമരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദം നേടി. കുറച്ചുകാലം അധ്യാപകൻ. 1954 നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമതെത്തിയതോടെയാണ് MT ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. 1956 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ഔദ്യോഗിക സേവനത്തിന് തുടക്കമിട്ട MT 1968 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായി. 1981 ആ സ്ഥാനം രാജിവെച്ചു. 1989 പീരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവിയിൽ തിരികെ മാതൃഭൂമിയിലെത്തി. 1999 മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു. നിലവിൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനാണ്. നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം എന്നിങ്ങനെ എഴുത്തിന്റെ സമസ്ത രൂപങ്ങളിലും മുദ്ര പതിപ്പിച്ച MT പത്രാധിപർ എന്ന നിലയിലും അതുല്യനാണ്. ക്ലാസിക്കുകളിൽ ഒന്നായി എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 2005 രാജ്യം MTയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സാഹിത്യരംഗത്ത് ഭാരതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മാതൃഭൂമി പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, പത്മരാജൻ പുരസ്കാരം എന്നീ പ്രധാന ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. സിനിമാ തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണയും നേടിയ MTക്ക് JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ ലഭിച്ചു. MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ സംസ്ഥാനത്ത് 2 ദിവസം ദുഃഖാചരണം. ഡിസംബർ 26, 27 തീയതികളിലെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചു. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയെയാണ് MTയുടെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്നും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. മലയാള സാഹിത്യത്തെയും സിനിമയെയും പത്രപ്രവർത്തനത്തെയും ഒരുപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭയായിരുന്നു ജ്ഞാനപീഠ സമ്മാനിതനായ MT വാസുദേവൻ നായരെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മലയാളിയുടെ മനസ്സറിഞ്ഞ മാന്ത്രിക തൂലികയായിരുന്നു MT എന്ന 2 അക്ഷരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മലയാള സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ വെളിച്ചം പകർന്ന് കത്തിക്കൊണ്ടിരുന്ന വിളക്കാണ് അണഞ്ഞതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഒരു ജനതയാകെ മാതൃഭാഷ എങ്ങനെ എഴുതണം, എങ്ങനെ പറയണമെന്ന് ഒരു പേനയുടെ ബലം കൊണ്ട് നിർണയിക്കാൻ കഴിഞ്ഞ മനുഷ്യനെയാണ് നഷ്ടപ്പെട്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടത്. MT എന്ന 2 അക്ഷരം മലയാള സാഹിത്യത്തിലെ ഹൃദയപക്ഷത്തിന്റെ അക്ഷരമുദ്രയായിരുന്നുവെന്നാണ് KPCC അധ്യക്ഷൻ സുധാകരൻ പറഞ്ഞത്. മലയാളം ഉള്ളിടത്തോളം കാലം MTക്ക് മരണമില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മലയാള കഥയെ, നോവൽ സാഹിത്യത്തെ കവിതയുടെ ലാവണ്യ ഭംഗിയിലേക്ക് അടുപ്പിച്ച എഴുത്തുകാരനാണ് MT എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറഞ്ഞു. MTയുടെ വിയോഗത്തിൽ തന്റെ മനസ്സ് ശൂന്യമാകുന്നതുപോലെ തോന്നുന്നുവെന്നും ഞാൻ എന്റെ 2 കൈകളും മലർത്തിവെക്കുന്നുവെന്നും നടൻ മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു.
കാണുമ്പോഴൊക്കെ വാത്സല്യം തന്നുവെന്നും ഇടയ്ക്കൊക്കെ ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചുവെന്നും ആ ഓർമ്മകളും വിരൽ തണുപ്പ് ഇന്നും ബാക്കി നൽകുന്ന തനിക്ക് സമ്മാനിച്ച എഴുത്തോലയും മതി ഒരായുസിലേക്കെന്ന് നടി മഞ്ജു വാര്യർ. തെന്നിന്ത്യൻ സാഹിത്യ ലോകത്തെയും കലാസ്വാദകരെയും ദുഃഖത്തിലാഴ്ത്തിയാണ് MTയുടെ വിടവാങ്ങലെന്ന് നടൻ കമൽഹാസൻ. അന്തരിച്ച വിശ്വസാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം കൊട്ടാരം റോഡിലെ വസതിയായ സിത്താരയിലെത്തിച്ചു. വൈകിട്ട് 4 വരെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാം. 5-ന് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം. മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റപത്രത്തോട് മുഖം തിരിച്ച് കേന്ദ്ര സർക്കാർ. ഏപ്രിലാണ് കുറ്റപത്രം കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയച്ചത്. ഓഗസ്റ്റിൽ സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തിന് കത്തയച്ചു. 8 മാസമായിട്ടും കേന്ദ്രം ഇതേവരെ അനുമതി നൽകിയില്ല. സിവിൽ ഏവിയേഷൻ നിയമം ചുമത്തിയതോടെയാണ് കേന്ദ്രാനുമതി വേണ്ടിവന്നത്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് സർക്കാർ തയ്യാറാക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിന് നൽകാൻ ആലോചന. കിഫ്ബിയുടെ കൺസൾട്ടൻസിയായ കിഫ്കോണിന്റെ മേൽനോട്ടത്തിലാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതടക്കം സുപ്രധാന തീരുമാനങ്ങൾ അടുത്ത മന്ത്രിസഭായോഗം പരിഗണിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ 2 2 ടൗൺഷിപ്പാണ് നിർമ്മിക്കാനൊരുങ്ങുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി MK രാഘവൻ MP. കേരളത്തിൽ ഭരണത്തിൽ വരിക എളുപ്പമല്ലെന്നും ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നില്ലെന്നും MK രാഘവൻ അഭിപ്രായപ്പെട്ടു. ജയിക്കുമെന്ന ആത്മവിശ്വാസം അബദ്ധത്തിലേക്കുള്ള പോക്കാണ്. നിലവിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച അനാവശ്യമാണെന്നും രാഘവൻ പ്രതികരിച്ചു. 10ാം ക്ലാസ് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നത് തടയാനാണ് നടപടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷുഹൈബ് ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തിയാണ് നടപടി. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ കുറ്റാരോപിതരായ MS സൊല്യൂഷൻസിന്റെ CEOക്കെതിരെ വിശദമായ അന്വേഷണവുമായി ക്രൈംബ്രാഞ്ച്. ഷുഹൈബിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ തേടി ക്രൈംബ്രാഞ്ച് മെറ്റ കമ്പനിക്ക് ഇമെയിൽ അയച്ചു. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് തേടിയത്. തീർത്ഥാടകർക്ക് ദർശന പുണ്യമേകി ശബരിമലയിൽ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡല പൂജാ ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ദേവസ്വം മന്ത്രി VN വാസവൻ പമ്പയിലെത്തി തങ്ക അങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചു. വൈകിട്ട് 5:30 ദേവസ്വത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും പ്രതിനിധി സംഘം സന്നിധാനത്ത് നിന്ന് ശരംകുത്തിയിലെത്തി ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മണ്ഡല പൂജ ദിവസമായ ഇന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. ജനുവരി 14 മകരവിളക്ക്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ADM നവീൻ ബാബുവിനെ കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിക്കപ്പുറം തെളിവില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളുമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ CPM ജില്ലാ കമ്മിറ്റി അംഗത്തെ കേസിൽ ഉൾപ്പെടുത്താതെ പോലീസിന്റെ മെല്ലെപ്പോക്ക്. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കെതിരെയാണ് കേസെടുക്കാത്തത്. സജിയുടെ ഭീഷണി സന്ദേശമെത്തിയ സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള തെളിവുകൾ കൂടി കിട്ടിയ ശേഷം സജിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാനാണ് പോലീസിന്റെ നീക്കം. ഇടത് സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധതയെ എതിർത്ത ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഗവർണർ മാറിയതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് CPM കരുതരുതെന്നും ഏത് ഗവർണർ വന്നാലും CPM സർക്കാരിനെ ഭരണഘടനാ വിരുദ്ധത നടത്താനാവില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ദീർഘായുസ്സും ആരോഗ്യവും നല്ല ബുദ്ധിയും ഉണ്ടാവട്ടെ എന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ. ഇവിടെ കാണിച്ചതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിന്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്ന് ആശിക്കുന്നതായും AK ബാലൻ പറഞ്ഞു.
സൈബർ തട്ടിപ്പുകളുടെ മാസ്റ്റർ ബ്രെയിനെ കൊൽക്കത്തയിലെത്തി പിടികൂടി കൊച്ചി പോലീസ്. പിടിക്കപ്പെട്ട ലിങ്കൺ ബിശ്വാസ് രാജ്യവ്യാപകമായി പണം തട്ടാൻ ഉപയോഗിച്ചത് 400-ലധികം ബാങ്ക് അക്കൗണ്ടുകളാണ്. കംബോഡിയ കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പുകൾക്ക് രാജ്യത്ത് നേതൃത്വം നൽകുന്ന പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവായ ഇയാൾ തട്ടിപ്പ് പണം എങ്ങനെ ചെലവഴിച്ചു എന്നതിലും അന്വേഷണം തുടരുകയാണ്. തൃശൂർ പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ SIക്കെതിരെ നടപടി വേണമെന്ന് CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസാണ് SIക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. SIയുടെ പള്ളിയിലെ ഇടപെടൽ അനാവശ്യമെന്ന് CPM അഭിപ്രായപ്പെട്ടു. പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ SI അവധിയിൽ പ്രവേശിച്ചു. തൃശൂർ ചാവക്കാട് SI വിജിത്താണ് തന്റെ നടപടി വലിയ വിവാദമായതോടെ അവധിയിൽ പ്രവേശിച്ചത്. ശനിയാഴ്ച മുതൽ വിജിത്തിന് ശബരിമല ഡ്യൂട്ടിയാണ്. CPM അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് വിജിത്ത് അവധിയിൽ പോയത്. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസുമായി കൂടിക്കാഴ്ച നടത്തി കെ സുരേന്ദ്രൻ. BJPയുടെ സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായി ക്രിസ്മസ് കേക്കുമായി എത്തിയായിരുന്നു സന്ദർശനം. കൂടിക്കാഴ്ച രാഷ്ട്രീയപരമല്ലെന്നും സ്നേഹത്തിന്റെ സന്ദർശനം മാത്രമാണെന്നും കെ സുരേന്ദ്രൻ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പുതുവർഷത്തെ വരവേൽക്കാൻ ടൂറിസം വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. പുഷ്പമേളയുടെയും ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിലാണ് ആഘോഷ പരിപാടി. കാട്ടാന ആക്രമണത്തിൽ പാലക്കാട് പറമ്പിക്കുളം തേക്കടിയിൽ വയോധികൻ കൊല്ലപ്പെട്ടു. വടക്കഞ്ചേരി സ്വദേശി മാധവനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. തേക്കടി വരടിക്കുളം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന മാധവൻ സുഹൃത്തുക്കളോടൊപ്പം അല്ലിമൂപ്പൻ കോളനിയിലെ കടയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ മാധവനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഉത്തരാഖണ്ഡിലെ ഭീംതാൽ ടൗണിന് സമീപം ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. 24 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. അൽമോറയിൽ നിന്ന് ഹൽദ്വാനിയിലേക്ക് പോവുകയായിരുന്ന ബസ് ഭീംതാലിന് സമീപം 1500 അടി താഴ്ചയുള്ള തോട്ടിലേക്ക് വീഴുകയായിരുന്നു. പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കാൻ കോൺഗ്രസ്. കർണാടകയിലെ ബെലഗാവിയിൽ ഇന്ന് ചേരുന്ന പ്രവർത്തക സമിതിയിൽ നിർണായക ചർച്ചകൾ നടക്കും. ഗാന്ധിജി പങ്കെടുത്ത ബെലഗാവി കോൺഗ്രസ് സമ്മേളനത്തിന്റെ 100ാം വാർഷിക സ്മരണ പുതുക്കിയാകും ബെലഗാവിയിൽ പ്രവർത്തക സമിതി ചേരുക. ക്രിസ്തുമസ് ദിനത്തിൽ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളിയിലെ ബിഷപ്പ് ഹൌസിലെത്തി ദില്ലി രൂപത ബിഷപ്പ് അനിൽ കൂട്ടോയുമായി കൂടിക്കാഴ്ച നടത്തി. ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോയ്ക്കൊപ്പം നദ്ദ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലെത്തി പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹി മുഖ്യമന്ത്രി അതിഷിയെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. അതിഷിയെ അറസ്റ്റ് ചെയ്യാനും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീടുകൾ റെയ്ഡ് ചെയ്യാനും കേന്ദ്ര ഏജൻസികൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അലങ്കോലമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നും കെജ്രിവാൾ തുറന്നടിച്ചു. ഖസാക്കിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസിന്റെ യാത്രാ വിമാനം തകർന്ന് 39 പേർ മരിച്ചു. അസർബൈജാനിലെ ബഖുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നത്. 62 യാത്രക്കാരും 5 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അംബേദ്കർ വിവാദത്തിൽ അമിത്ഷായ്ക്കെതിരായ കോൺഗ്രസ് പ്രചാരണത്തെ ചെറുക്കാൻ BJP. അംബേദ്കറോടുള്ള കോൺഗ്രസിന്റെ നിലപാട് തുറന്നുകാട്ടാൻ വ്യാപകമായ പ്രചാരണം തുടങ്ങും. ദില്ലിയിൽ നടന്ന NDA സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് BJP തീരുമാനം. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളോടും BJP പിന്തുണ തേടി. പാർലമെന്റിൽ നടന്ന കാര്യങ്ങൾ യോഗത്തിൽ അമിത്ഷാ വിശദീകരിച്ചു. മഹാകുംഭമേളയ്ക്ക് എത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളുമായി IRCTC. ഏകദേശം 3000 ഫെയർ സ്പെഷ്യൽ ട്രെയിനുകൾക്കൊപ്പം 1,00,000-ലധികം യാത്രക്കാർക്ക് താമസ സൗകര്യവുമാണ് ഒരുങ്ങുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി വിഭാഗമായ IRCTC ത്രിവേണി സംഗമത്തിന് സമീപം 10 സിറ്റി മഹാകുംഭ് ഗ്രാമങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ യുക്രൈന്റെ ഊർജ്ജ സംവിധാനം തകർത്ത് റഷ്യ. ക്രിവി റിഹിലെയും ഖാർക്കീവിലെയും ജനവാസ മേഖലകൾക്ക് നേരെ
റഷ്യ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. തന്റെ അന്താരാഷ്ട്ര കരിയറിൽ ഖേദിക്കേണ്ട ഒരു കാര്യവും തോന്നിയിട്ടില്ലെന്നും ഗംഭീര വിടവാങ്ങൽ എന്ന ആശയത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും മുൻ ഇന്ത്യൻ താരം ആർ അശ്വിൻ. അശ്വിൻ ഗംഭീരമായ വിടവാങ്ങൽ മത്സരം അർഹിച്ചിരുന്നെന്ന കപിൽ ദേവിന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അശ്വിൻ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഥ്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.